നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാമാദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് നാശം വിതച്ച കള്ളക്കടൽ. മുതലപ്പുഴയിലും അഞ്ചുതെങ്ങിലും വീടുകളിൽ വെള്ളം കയറി. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കൊച്ചിയിലും ജാഗ്രത. സംസ്ഥാനത്ത് ചൂടുയർന്നു തന്നെ 2 ദിവസം കൂടി തുടരും. മറ്റന്നാൾ വേനൽ മഴ ശക്തിപ്പെടാൻ സാധ്യത. വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ്. പ്രധാനമന്ത്രി അയോധ്യയിലേക്ക്. അല്പസമയത്തിനകം റോഡ് ഷോ. 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. മറ്റന്നാൾ വിധിയെഴുതുന്നത് 92 മണ്ഡലങ്ങൾ. പൂഞ്ച് ഭീകരാക്രമണത്തിൽ വ്യാപക തിരച്ചിൽ. 6 പ്രദേശവാസികൾ കസ്റ്റഡിയിൽ. ഭീകരർക്ക് സഹായം നൽകിയതായി സൂചന. ജമ്മു കശ്മീരിൽ അതീവ ജാഗ്രത. എറണാകുളത്ത് സ്വകാര്യ ഹോസ്റ്റലിൽ യുവതി പ്രസവിച്ചു. പോലീസിനെ അറിയിച്ച സുഹൃത്തുക്കൾ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. യുവതി ഗർഭിണിയായിരുന്നത് അറിഞ്ഞിരുന്നില്ലെന്ന് സുഹൃത്തുക്കൾ. എസ് രാജേന്ദ്രനെ സന്ദർശിച്ച BJP നേതാക്കൾ. സന്ദർശനം മൂന്നാറിലെ വീട്ടിലെത്തി. എത്തിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തില്ലേ? തീരുമാനം ഉടൻ വേണ്ടെന്ന് AICC. സ്ഥാനം തിരികെ വേണമെന്ന് സുധാകരൻ. KSRTC ഡ്രൈവർ യദുവിനെതിരെ തെളിവുകളുമായി പോലീസ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ഫോണിൽ സംസാരിച്ചത് 1 മണിക്കൂർ. റിപ്പോർട്ട് പോലീസ് KSRTCക്ക് നൽകും. ഡ്രൈവർക്കെതിരെ പരാതി പറഞ്ഞ നടിയോട് സംസാരിച്ച് ഗതാഗത മന്ത്രി. പീഡനക്കേസിൽ പ്രജ്വൽ രേവണ്ണയെ തിരിച്ചെത്തിക്കാൻ അന്വേഷണ സംഘം. ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിക്കാൻ നടപടി തുടങ്ങി. HD രേവണ്ണയുടെ ഭാര്യയുടെ മൊഴിയെടുക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ്. ബജ്രംഗ് പൂനിയയെ സസ്പെൻഡ് ചെയ്ത് നാഡ. നടപടി ട്രയൽസിൽ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ലെന്ന് പൂനിയ. പ്രതികാര നടപടിയെന്നും താരം. വിശദമായി നോക്കാം വാർത്തകൾ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് മുതലപ്പുഴയിലും അഞ്ചുതെങ്ങിലും ശക്തമായ തിരമാല. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രാത്രി തന്നെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് 3 വീടുകളിലാണ് കടൽ ജലം ഇരച്ചു കയറിയത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ രാവിലെയുള്ള തിരയടിയിൽ തകർന്ന വീടിന് മുന്നിലാണ്. ഇവിടുത്തെ വീട്ടമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് എത്ര മണിക്കായിരുന്നു ഈ വീടിൽ ഇങ്ങനെ വെള്ളം കയറിയത്? രാവിലെ ഒരു 7:30 മണിയായിരുന്നു. നമ്മൾ പള്ളിയിൽ പോണ സമയത്തിലാണ്. അപ്പോൾ മെമ്പർ വന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടലൊക്കെ കയറുന്നുണ്ട്, ഞാൻ നോക്കാൻ വന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സംസാരിച്ചിട്ട് ഇവിടെ വെളിയിൽ നിൽക്കവെയാണ് അന്നേരം കടലടിച്ച് ഇതവിടെ ഇടിഞ്ഞ് ഇങ്ങോട്ട് വന്ന് റോഡ് ഇവിടെ നിന്ന് കയറി റോഡ് ക്രോസായി വന്ന് കടൽ. വളരെ ഈ തിര കയറിയപ്പോൾ തന്നെ വീട് പൊളിഞ്ഞു, അതോ കുറെ കഴിഞ്ഞിട്ടാണ്? ഇല്ല, അന്നേരം തന്നെ ഇടിച്ച് ഇതായി വന്നു. പിന്നെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഇതായി വന്നത്. ഈ പൊളിഞ്ഞു കിടക്കുന്നത് ആ ഭാഗത്തുള്ള കട്ടയാണല്ലേ? അതാണ്. അടിയിൽ മണ്ണൊന്നും ഇല്ല, അടിഭാഗത്തൊന്നും മണ്ണെല്ലാം പോയി. ഇവിടെ ആരൊക്കെ താമസിച്ചിട്ടുണ്ട്? ഇവിടെ ഞാൻ, ഹസ്ബൻഡ്, 2 പിള്ളേര്. അവരൊക്കെ എങ്ങോട്ട് പോയി? ഹസ്ബൻഡ് ഉണ്ട്, പിള്ളേർ 2 പേര് അമ്മയുടെ അവിടെ ആക്കിയിട്ടുണ്ട്. രാത്രി കടലാക്രമണം ഉള്ളോന്ന് അറിഞ്ഞുകൊണ്ട് പിള്ളേരെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 2 പേരാണ്. സാധനങ്ങൾ ഉള്ളോണ്ട് നമ്മളിത് തുറന്നു കിടക്കുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 പേരും ഇവിടെ സ്റ്റേ ചെയ്തത്. പിള്ളേരെ അവിടെ ആക്കിയായിരുന്നു. ഇത് നേരത്തെ ഇങ്ങനെ ഈ കടലാക്രമണം വരുമ്പോൾ വീട്ടിൽ കർക്കിടക സമയം ആകുമ്പോഴൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അന്നേരം നമ്മൾ ഇതേപോലെ വൃത്തിയാക്കും. പിന്നെ വേറെ വീടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ പേരിൽ സ്ഥലം മേടിച്ചു കൊടുത്തായിരുന്നു. അതിലാണ് ഇപ്പൊ ഭവനം വെച്ചിട്ടിരിക്കുന്നത്. ഫിഷറീസ് വഴി 4 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ.
പക്ഷെ അവിടെ 2 ഗഡു പൈസ കിട്ടി, ഇനി ബെൻഡിങ്ങിൽ കിടക്കുകയാണ്. അതുകൊണ്ട് വീട് പണി പൂർത്തിയാകാതിരിക്കുകയാണ്. നമുക്ക് വേറെ താമസിക്കാൻ വേറെ വീടില്ല. അപ്പൊ മറ്റൊരിടത്ത് ഇങ്ങനെ വീടിന്റെ പണി നടക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. ഇവിടെ ഈ മറ്റു വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ടല്ലോ, അവരൊക്കെ ബുദ്ധിമുട്ടിലാണോ? ഇവിടെ അപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെയും കയറുന്നുണ്ട്. പിന്നെ മുഖ്യ വീടുകളും ഇവിടുന്ന് താമസം മാറിയ വീടുകളാണ്. ഇതിപ്പം ആരെങ്കിലും ഒക്കെ വന്ന് നോക്കിയായിരുന്നോ? നമ്മള് ഇവിടുത്തെ വാർഡ് മെമ്പർ മാത്രം വന്നായിരുന്നു. പിന്നെ ഇതേപോലെ ന്യൂസിൽ ആൾക്കാർ വന്നായിരുന്നു 2 പേര്. ഈ കള്ളക്കടല് സാധാരണ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത്രയും ഇങ്ങനെ വീട്ടിൽ കയറാറുണ്ട്? ഈ മഴക്കാലത്ത് പ്രാവശ്യം കള്ളക്കടൽ വന്നപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരമാണ് ആ ജനലൊക്കെ പൊട്ടിപ്പോയത്. അതിനു മുമ്പ് കർക്കിടക സമയം വരുമായിരുന്നു. അന്നേരം അകത്തുകൂടെ ഇങ്ങനെ കയറി വരുമായിരുന്നു. കിച്ചന്റെ വാതിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ട് വരെ വരുമായിരുന്നു. അങ്ങ് മൊത്തം നിറയും. എന്നിട്ട് 2-3 ദിവസം, ഒരാഴ്ച, ചിലപ്പോൾ ഒരാഴ്ച കാണും. അന്നേരം നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഈ കള്ളക്കടല് നേരത്തെ ഇങ്ങനെ എപ്പോഴും എല്ലാ വർഷവും ഉണ്ടാവാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന പ്രതിഭാസമാണ് ഈ കള്ളക്കടലെന്ന് ഇത് പേര് കൂടുതലായിട്ട് വരുന്നത്. നേരത്തെ പൊഴിയൂരും പൂവാറും ഒക്കെ നേരത്തെ വരികയും ചെയ്തു, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മാറ്റിയോ? സാധനങ്ങൾ റോഡിന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വീടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ വെളിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ നിലയ്ക്കാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതിസന്ധി. കള്ളക്കടൽ പ്രതിഭാസം ജാഗ്രതാ നിർദ്ദേശം അതേപടി നിലനിൽക്കുന്നുണ്ട്. റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും അത് മാറ്റി ഓറഞ്ച് അലർട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ശക്തമായ തിരയടിയുണ്ട്. ഇന്ന് രാത്രി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾ അതെല്ലാം സുരക്ഷിതമായി വെക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ഇന്ന് രാത്രി 10:30 വരെ അതിശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിര ഉണ്ടാകാമെന്ന മുന്നറിയിപ്പാണുള്ളത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കൊച്ചിയുടെ തീരമേഖലകളിലും ജാഗ്രത തുടരുകയാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഡാനി പോളിന്റെ റിപ്പോർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നുള്ള മുന്നറിയിപ്പ് അത് എല്ലായിടത്തും തന്നെ നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും ജാഗ്രത പാലിക്കുന്നു. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്താണുള്ളത്. ഇവിടെ സാധാരണഗതിയിൽ ഈ സമയത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ തിരമാലകൾ ഉണ്ട് എന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്, പരിസരത്തുള്ളവർ പറയുന്നത്. പോലീസിന്റെ ഒരു ജാഗ്രത ഇന്നലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അവർ ഒരു പെട്രോളിംഗ് ജീപ്പ് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടേക്ക് ആളുകൾ ഇതിലേക്ക് തീരത്തേക്ക് കൂടുതലായിട്ട് തിരകളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് കാണുന്നതിനേക്കാളും കൂടുതൽ തിരമാലകൾ ഇവിടേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും അതിൽ ഒരു മുന്നറിയിപ്പ് സംവിധാനം എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഈ തീരമേഖലയിൽ പൊതുവെ തന്നെയും ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവരോട് ഇവിടേക്ക് എത്തുന്നവരോടെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളടക്കം നൽകുന്നത്. ഫോർട്ട് കൊച്ചി ആയതുകൊണ്ട് തന്നെ വിനോദ സഞ്ചാര ഒരു മേഖല കൂടിയാണ്. നമുക്കൊപ്പം ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ ലൈഫ് ഗാർഡായി നോക്കുന്ന പേരെങ്ങനെയാണ്? സർജൻ. സാധാരണഗതിയിലും ഒരു തിര കൂടുന്ന ഒരു അവസ്ഥയാണോ? എന്താ തോന്നുന്നത്? ഇപ്പൊ ലോ ടൈഡാണ്. ഇപ്പൊ ഹൈ ടൈഡ് 6:12 വൈകുന്നേരം 6:12. സാധാരണഗതിയിൽ ഈ സമയത്ത് കാണുന്നതിനേക്കാൾ ഒരു തിരമാല തെരച്ചിൽ കൂടുതലാണ്. എന്താണ് നമ്മൾക്കെന്ന നിർദ്ദേശം എങ്ങനെയാണ്? ഇന്ന് തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ആയതുകൊണ്ട് പോലീസിന്റെ ഒരു ജാഗ്രതയുണ്ട് തീർച്ചയായും. ഇവിടേക്ക് ഇറങ്ങരുതെന്നുള്ള ഉണ്ട്. അവർക്ക് മാറി നിൽക്കാൻ ഇന്നിപ്പോ ബീച്ച് ക്ലോസ് ചെയ്തിരിക്കണം, ഇറങ്ങാൻ പാടില്ല. എത്ര സമയം വരെ ഇതിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ട്? ഇവിടെ നാളെ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ ആളുകളെ ഒന്നും ഇവിടെ നിർത്താതെ നോക്കുവാണോ? ഓക്കെ നേരെ അടിച്ചു കയറുന്നുണ്ട്, ശക്തിയായിട്ട് അടിച്ചു കയറുന്നുണ്ട്. അവരെ വീട് മാറ്റുന്നുണ്ട്, ഇപ്പൊ ബാക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു മുന്നറിയിപ്പ് അടക്കമുള്ള ഒരു കാര്യങ്ങളിലെല്ലാം നിന്ന് പോകുന്നു. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ, കൊച്ചിയുടെ തീരമേഖലയിൽ നിരവധിയായ മത്സ്യത്തൊഴിലാളികൾ അടക്കമുണ്ട്. അവർക്കെല്ലാം ഈ മുന്നറിയിപ്പ് ബാധകമാണ്. അവരോട് മീൻപിടുത്തത്തിന് പോകുന്നതിനടക്കം ഒപ്പം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടി തന്നെ കടന്നു പോകണം എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും കൊച്ചിയിൽ ഇതാണ് ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ ചെല്ലാനം, വൈപ്പിൻ മേഖലകളിലാണ് കൂടുതലായും തന്നെയും
തീരമേഖലകളുള്ളത്. മീൻപിടുത്തക്കാർ, മത്സ്യത്തൊഴിലാളികൾ കൂടുതലായുമുള്ള ഒരു പ്രദേശമെല്ലാം തന്നെ ഇവിടെയാണ്. ഹാർബറുകൾ ഇവിടെയാണ്. ഇവിടങ്ങളെല്ലാം തന്നെ അങ്ങനെയൊരു നിയന്ത്രണത്തിലും കടുത്ത മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുമാണ് ഈ സമയം കടന്നുപോകുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ദുഃഖകരമായൊരു വാർത്തയിലേക്കാണ് ഇനി. കല്ലടയാറ്റിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. പത്തനാപുരം മഞ്ചളൂർ മഠത്തിൽ മണക്കാട് കടവിലായിരുന്നു സംഭവം. കുളിക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കുളനട സ്വദേശി നിഖിൽ, മഞ്ചളൂർ സ്വദേശി സുജിൻ എന്നിവരാണ് മരിച്ചത്. ഇവിടെ ഉച്ചയ്ക്ക് ആളുകൾ ഒരുപാട് വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ആളുകൾ ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഫയർഫോഴ്സുകാരും ഉണ്ട്. ഇവിടെ വന്ന് ഇറങ്ങി നോക്കിയപ്പം ഇവിടെ വേണ്ട ആ താഴെ അവിടുന്ന് ഒരു പയ്യനെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ മോളിൽ കൊണ്ടുപോയിട്ട് അടുത്ത ആളിനെ എടുക്കാനും വേണ്ടി അവരങ്ങോട്ട് പോയി. അതിന് തൊട്ട് താഴെ തന്നെ അടുത്ത പയ്യനും കിടന്നു. അപ്പോൾ ഒരാളിന് ശകലം അനക്കമുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് ആശുപത്രിയിൽ കൊണ്ടുചെന്ന് അവർ ചികിത്സിച്ചുകൊണ്ട് ICU കയറ്റിയെല്ലാം ഇട്ടിരുന്നു എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പം രണ്ടുപേരും മരിച്ചു പോയെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇത് അറിയുന്നത് തന്നെ 2:30 മണിയായിട്ടാണ്. അതുവരെ ഒന്നും അറിയുന്നില്ലല്ലോ. സാധാരണ ഒരുപാട് ആളുകൾ കുളിക്കാൻ വരുന്നതുകൊണ്ട് നമ്മളും അത്ര ശ്രദ്ധിക്കത്തില്ല. ഇന്നലെ അവരിവിടെ വന്ന് കുളിച്ചിട്ട് പോയതാണെന്നും പറയുന്നു, കൂടെ വന്ന പിള്ളേരും എല്ലാം കൂടെ. ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഇവിടെ ഇങ്ങനെ സ്ഥിരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളും അത്ര അവിടെ ഒരുപാട് നടന്ന എല്ലാം ഈ കടവിലല്ലേ കൊണ്ടുവരുന്നത്. താഴെ പോയാലും ശരി ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത്. മനോജ് അപ്പക്കുട്ടൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. മനോജ്, ഏറെ ദാരുണമായ ഒരു സംഭവമാണ്. 2 വിദ്യാർത്ഥികൾക്കാണ് ജീവൻ പൊലിഞ്ഞത്. എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉച്ചയ്ക്ക് 2:30 പത്തനാപുരത്ത് 2 കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ കല്ലടയാറ്റിൽ മുങ്ങി മരിക്കുന്നത്. പത്തനാപുരം മഞ്ചള്ളൂർ മണക്കാട് കടവിലാണ് യുവാക്കളുടെ ദാരുണ അന്ത്യം. മഞ്ചള്ളൂര് വലിയമഠം വീട്ടിൽ സുരേഷിന്റെ മകൻ 20 വയസ്സുള്ള സുധീഷ്, കുളക്കട സ്വദേശിയായ 21 വയസ്സുള്ള നിഖിൽ എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. നിഖിൽ സുധീഷിന്റെ ബന്ധുവാണ്. സുധീഷിന്റെ വീട്ടിൽ വിരുന്നെത്തിയാണ് നിഖില്. കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങവേ നിഖിൽ കാൽ വഴുതി വെള്ളത്തിലേക്ക് പോവുകയും സുധീഷ് രക്ഷിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് രണ്ടുപേരും വെള്ളത്തിലേക്ക് ആഴ്ന്നു പോകുന്നത്. നല്ല ഒഴുക്കുള്ള പ്രദേശമാണ്. ഈ കുളിക്കടവിന് ചുറ്റും മറ്റ് വീടുകളൊന്നും ഇല്ലാത്തതിനാൽ യുവാക്കളുടെ അലർച്ചയോ മറ്റോ കേൾക്കുന്നതിന് തടസ്സമായി അടിയന്തര പ്രാധാന്യത്തോടുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും അത് തടസ്സമായിട്ടുണ്ട്. അങ്ങനെ വെള്ളത്തിലേക്ക് ഒഴുകിപ്പോയ യുവാക്കളെ രക്ഷിക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും നടക്കാത്ത സാഹചര്യത്തിൽ ഫയർഫോഴ്സിനെ വിളിക്കുകയും കുന്നിക്കോട് നിന്നും എത്തിയ ഫയർഫോഴ്സാണ് രണ്ടുപേരെയും കരയ്ക്കെത്തിച്ചത്. കരയ്ക്ക് എത്തിക്കുമ്പോഴേക്കും സുരേഷിന് അല്പം ജീവനുണ്ടായിരുന്നു. പത്തനാപുരം സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് സുരേഷ് മരണപ്പെടുകയുമായിരുന്നു. എന്തായാലും രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മനോജ്, കല്ലടയാറ്റിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു തുടർക്കഥയാവുകയാണോ? അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം വൈകിയതാണോ ഈ 2 വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് എത്തിച്ചത്? തീർച്ചയായും കല്ലടയാറ്റിൽ യുവാക്കളുടെ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്ന ദാരുണമായ സംഭവങ്ങൾ നിരവധിയായിട്ടുണ്ട്. കല്ലടയാറ്റിൽ മാത്രമല്ല, തെന്മലയിൽ നിന്നും ആരംഭിക്കുന്ന ഇടതു വലതുകര കനാലുകളിലും വിദ്യാർത്ഥികൾ കുളിക്കാനിറങ്ങുകയും മുങ്ങി മരിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. ഇതിടെ തന്നെ കല്ലടയാറ്റിലെ നിരവധി കടവുകളിൽ ഏതാണ്ട് ഒരു 18-നും 25-നും ഇടയ്ക്ക് നിരവധി യുവാക്കളുടെ ജീവനുകളാണ് പൊളിഞ്ഞത്. ഇപ്പോൾ ഈ അപകടം നടന്ന കടവിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനവാസ മേഖലയിൽ അല്ലാത്ത ഇടത്തുള്ള ഒരു കടവാണ്. ഈ യുവാക്കള് കഴിഞ്ഞ ദിവസവും ഇവിടെ കുളിക്കാൻ എത്തിയത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവര് കാൽവഴുതി പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആള് നിലവിളിക്കും. പക്ഷെ ഇത് കേൾക്കാനോ രക്ഷാപ്രവർത്തനം നടത്താനോ ചുറ്റുവിട്ടും ആരും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഇതിന്റെ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഫയർഫോഴ്സ് എത്തണമെങ്കിൽ ഒന്നുകിൽ പുനലൂരിൽ നിന്നോ അല്ലെങ്കിൽ കുന്നിക്കോട് നിന്നോ ഫയർഫോഴ്സ് എത്തണം. ഏതാണ്ട് ഒരു 8-9 കിലോമീറ്റർ ഓടിയാണ് ഫയർഫോഴ്സ് എത്തേണ്ട സാഹചര്യമുള്ളത്. അതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാക്കണം. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം നേരത്തെ നടത്തുകയും രണ്ടുപേരെയും കരക്കെത്തിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നെങ്കിൽ രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്ന എന്ന് നമുക്ക് സാഹചര്യം വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത്രയും വൈകി രക്ഷാപ്രവർത്തനം നടത്തി കരക്കെത്തിക്കുമ്പോൾ പോലും ഒരാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ്
പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. മനോജ്, ഇപ്പോൾ കൊടും ചൂടിന്റെ സമയമാണ്. സ്വാഭാവികമായും വിദ്യാർത്ഥികളും ആളുകളും ഒക്കെ ഇത്തരത്തിൽ ആറുകളിലേക്കും പുഴകളിലേക്കും ഒക്കെ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായി അല്ലെങ്കിൽ തുടർക്കഥകളാകുന്ന ഒരു സാഹചര്യമാണ് കല്ലടയാറിന് അപകടങ്ങളെങ്കിൽ എന്തുകൊണ്ടാണ് അധികൃതർ അവിടെ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് ഒരു നിയന്ത്രണം അവിടേക്ക് ആളുകൾക്ക് എത്തുന്നതിന് ഏർപ്പെടാത്തത്? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കല്ലടയാറിന്റെ തീരങ്ങളിലായി ഒറ്റപ്പെട്ട നിരവധി കടവുകളുണ്ട്. അതായത് പത്തനാപുരം കുന്നിക്കോട് പാതയിൽ ഒരു പാലത്തിൽ നിന്ന് നിരന്തര ആത്മഹത്യ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കമ്പിവേലി ഉപയോഗിച്ച് ആത്മഹത്യാ പ്രവണത നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ കല്ലടയാറിന്റെ തീരങ്ങളിലായിട്ട് വരുന്ന കൈവഴികൾ കേന്ദ്രീകരിച്ച് നിരവധി കടവുകളുണ്ട്. ഒരുപക്ഷെ നമുക്കൊന്ന് പെട്ടെന്ന് എത്തപ്പെടാൻ സാധിക്കാത്ത നിലയിലും അത്തരത്തിലുള്ള ചില കടവുകളാണ് ഉള്ളത്. അധികൃതരുടെ ശ്രദ്ധ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യുവാക്കൾ സംഘമായി എത്തി ഇരുചക്ര വാഹനങ്ങളൊക്കെ എത്തുന്നവർ പ്രദേശവാസികൾ ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് കണക്കുകൂട്ടിയത് കൊണ്ട് തന്നെ എത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കടവുകളിലേക്ക് എത്തി കുളിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. പോലീസ് നിയന്ത്രിക്കാൻ പല സ്ഥലത്തും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ ഈ അപകടകരമായ രീതിയിൽ അപകടം നടന്ന ചില കടവുകളുടെ സ്ഥിതി അനുസരിച്ച് ആരെങ്കിലും ഒരാള് കുളിക്കാതെ മാറി നിൽക്കും. എന്തെങ്കിലും പോലീസോ മറ്റോ വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ നൽകുവാനായിട്ട് യുവാക്കൾ മാറി നിന്നിട്ട് വെള്ളത്തിൽ ചാടുന്ന ഒരു പ്രവണത, അത് കനാലുകളിലാണ്, ഇടതുകര വലതുകര കനാലുകളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രവണതകൾ കണ്ടുവരുന്നത്. അത്തരത്തിലൊരു പ്രവണത തുടരുന്നുണ്ട്. ഇത് എത്ര മുൻകരുതൽ നടപടിയെടുത്താലും ബോധവൽക്കരണം നടത്തിയാലും യുവാക്കൾ ഈ പ്രവണതയിൽ നിന്ന് മാറുന്നില്ല. ദിനംപ്രതി ജീവനുകൾ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വേദനാജനകമായ സംഭവം. ശരി, മനോജ് അപ്പുകുട്ടനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് ജില്ലയിൽ 2 ദിവസം കൂടി താപനില ഉയർന്നു തന്നെ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 3 ഡിഗ്രി വരെയും തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ്. പീക്ക് സമയത്തെ ആവശ്യകതയിൽ മാറ്റമില്ല. ഇന്നലെ 112.525 ദശലക്ഷം യൂണിറ്റാണ് ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ ആവശ്യകത 5754 മെഗാവാട്ടാണ്. നിയന്ത്രണങ്ങൾ പീക്ക് സമയ ആവശ്യകത കുറയ്ക്കുന്നില്ലെന്ന് വൈദ്യുതി ബോർഡ് പറഞ്ഞു. എറണാകുളത്ത് സ്വകാര്യ ഹോസ്റ്റലിൽ യുവതി പ്രസവിച്ചു. യുവതിയുടെ സുഹൃത്തുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. 6 പേരടങ്ങുന്ന മുറിയിലാണ് യുവതി താമസിച്ചിരുന്നത്. യുവതിയുടെ അനാരോഗ്യം ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തുക്കൾ കാര്യം അന്വേഷിച്ചുവെങ്കിലും മറ്റാരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് യുവതി ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഹോസ്റ്റലിലെ ശുചിമുറിയിൽ കയറി കതകടച്ച യുവതി ഏറെ നേരത്തിന് ശേഷവും പുറത്തിറങ്ങാതായതോടെ സുഹൃത്തുക്കൾ വാതിലിൽ തട്ടി വിളിക്കുകയായിരുന്നു. തുറക്കാതായതോടെ 6 പേരും ഒരുമിച്ച് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച ആൺകുഞ്ഞിനെയും യുവതിയെയും കണ്ടെത്തുന്നത്. തുടർന്ന് ഇവർ നോർത്ത് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ആൺ സുഹൃത്തിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്ന് പോലീസിനെ യുവതി വിവരമറിയിച്ചു. ആൺസുഹൃത്തിന്റെ വീട്ടുകാരും യുവതിയുടെ വീട്ടുകാരും ആശുപത്രിയിലെത്തി യുവതിയെയും കുഞ്ഞിനെയും സന്ദർശിക്കുകയും ചെയ്തു. എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ജീവനക്കാരിയാണ് ഈ യുവതി. എന്തായാലും കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നുവെന്നും പോലീസ് അറിയിച്ചു. ദേവികുളം മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ എസ് രാജേന്ദ്രനെ സന്ദർശിച്ച് ബിജെപി നേതാക്കൾ. മൂന്നാർ ഇക്കാനഗറിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജയപ്രമീളാദേവി, മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരാണ് എത്തിയത്. എന്നാൽ ബിജെപി നേതാക്കൾ എത്തിയതിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നാണ് എസ് രാജേന്ദ്രന്റെ പ്രതികരണം. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. പ്രിൻസ്, ഇതിനു മുൻപും എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അദ്ദേഹം തന്നെ ഡൽഹിയിലെത്തി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും എസ് രാജേന്ദ്രനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ സന്ദർശിക്കുന്നത്. എന്തിന്റെ സൂചനയാണിത്? എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന സൂചനയാണോ ഇത് നൽകുന്നത് ഈ സന്ദർശനം? രാഷ്ട്രീയ നിലപാടുകളില്ല എന്നപ്പോഴാണ് വിശദീകരിക്കുന്നതെങ്കിൽ പോലും മുഖ്യമായ രാഷ്ട്രീയം ഇതിലുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ. പ്രത്യേകിച്ചും
തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വീണ്ടും BJP നേതാക്കന്മാർ എസ് രാജേന്ദ്രനെ വീട്ടിലെത്തി കാണുന്നത്. ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണെന്നാണ് എസ് രാജേന്ദ്രൻ വിശദീകരിക്കുന്നത്. എങ്കിൽ പോലും ഇതിൽ പ്രത്യേകമായ രാഷ്ട്രീയമുള്ളത് തന്നെ സൂചനകൾ വരുന്നത്. പ്രത്യേകിച്ചും മുൻപ് പ്രകാശ് ജാവ്ദേക്കറെ അടക്കം രാജേന്ദ്രൻ നേരിട്ട് കണ്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ചർച്ചകളിലുമൊക്കെ CPM പ്രത്യേകമായ ചർച്ചകൾ നടത്തുകയും രാജേന്ദ്രനെ CPM പക്ഷത്ത് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രത്യേകിച്ചും BJPയിലേക്ക് പോകുന്നില്ല, CPM തന്നെ തുടരും എന്ന് തന്നെ അടക്കമുള്ള നിലപാട് രാജേന്ദ്രൻ വ്യക്തമാക്കുകയും MM മണി അടക്കം ഉള്ളവർ പങ്കെടുത്ത മൂന്നാറിലെ വേദിയിൽ രാജേന്ദ്രൻ പങ്കെടുക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായ ഒരു പങ്കാളിത്തം രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ മൂന്നാറിലെ പ്രാദേശിക നേതൃത്വവുമായി രാജേന്ദ്രനുള്ള വിഷയങ്ങൾ പാർട്ടി പരിഹരിച്ചില്ല എന്ന രീതിയിലുള്ള പ്രതികരണം പിന്നീട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിലപാട് രാജേന്ദ്രൻ പാർട്ടിയിൽ തുടരുമോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ പാർട്ടിയിൽ നിന്ന് പിന്നോട്ടില്ല, CPM പ്രവർത്തകനായി തുടരുമെന്നൊക്കെയാണ് വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും BJP നേതാക്കന്മാരടക്കം തുടർച്ചയായി ഉള്ള സന്ദർശനങ്ങളും സൗഹൃദ സംഭാഷണങ്ങളും ഒക്കെ വീണ്ടും രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് നീങ്ങുമോ എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. എന്തായാലും രാജേന്ദ്രന്റെ ഒരു തീരുമാനം വലിയ നിർണായകമായ ഒരു പങ്ക് സ്വാധീനം CPM-ലും ഒപ്പം BJP-ലും ഉണ്ടാക്കും. പ്രത്യേകിച്ചും മൂന്നാറിലെ ദേവികുളത്തെ തോട്ടം മേഖലയിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് രാജേന്ദ്രൻ. വലിയ ഒരു തൊഴിലാളികളെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഇദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് വലിയൊരു പിന്തുണ ഇദ്ദേഹത്തിന് രാജേന്ദ്രനുണ്ട്. അതുകൊണ്ട് തന്നെ BJP-യിലേക്കുള്ള രാജേന്ദ്രൻ എത്തിയാൽ തന്നെ അത് BJP-ക്കും വലിയ നേട്ടമാകും. ഒപ്പം തീർച്ചയായും സംസ്ഥാന നേതാക്കളാണ് എസ് രാജേന്ദ്രനെ സന്ദർശിച്ചത്. അത് വെറും സന്ദർശനമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം? അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ടോ ഈ നിമിഷം? കൃത്യമായ ഒരു പ്രതികരണം നൽകിയിട്ടില്ലെങ്കിൽ പോലും ഒരു സൗഹൃദ സന്ദർശനം എന്നത് മാത്രമാണ് രാജേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായൊരു വിശദീകരണം അദ്ദേഹം നൽകിയിട്ട് ഒരു സൗഹൃദ സന്ദർശനത്തിന്റെ പേരിൽ ആർക്ക് വേണമെങ്കിലും തന്റെ വീട്ടിൽ വരാൻ, തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ സന്ദർശിക്കാം, അത്തരത്തിലാണ് BJP നേതാക്കന്മാരും എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും കൃത്യമായി ഈ ഒരു സംസ്ഥാനത്തെ ഉന്നത BJP പ്രവർത്തകർ, BJP നേതാക്കന്മാർ, പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലൊക്കെ ചുമതലകൾ അടക്കം വഹിക്കുന്ന നേതാക്കന്മാരടക്കം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കും. പ്രത്യേകിച്ചും രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ചർച്ചകളിലൊക്കെ താൻ CPM-ൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും പ്രചാരണ രംഗത്ത് ജോയ്സ് ജോർജിന്റെ ഇടുക്കിയിലെ ഇടതു സ്ഥാനാർത്ഥിയായ ജോയ്സ് ജോർജിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന അദ്ദേഹം പറഞ്ഞതെങ്കിൽ പോലും പ്രചാരണ രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നില്ല. അത് തന്റെ സ്വകാര്യ പ്രശ്നങ്ങൾ കൊള്ളാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതെങ്കിൽ പോലും തോട്ടം മേഖലയിലടക്കം പ്രചാരണ രംഗത്ത് അദ്ദേഹം സജീവമായി ഇറങ്ങിയിരുന്നില്ല എന്നത് കൂടി ഈ സന്ദർഭത്തിൽ കൂടി വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ BJP നേതാക്കന്മാരുടെ സന്ദർശനം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ നിലപാടുകളിലേക്ക് നീങ്ങും എന്നതാണ് സൂചന. കൃത്യമായ ഒരു നിലപാട് രാജേന്ദ്രനെ അറിയിക്കുന്നില്ലെങ്കിൽ പോലും തീർച്ചയായ ഒരു സമീപനം BJP-യോട് സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ച അത് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കുന്ന പ്രതിസന്ധി എത്രമാത്രമായിരിക്കും? തീർച്ചയായും വലിയ പ്രതിസന്ധി ഇടതുപക്ഷത്തിന് ഇടുക്കിയിൽ, പ്രത്യേകിച്ചും ദേവികുളം മണ്ഡലത്തിൽ മൂന്നാർ മേഖലയിൽ ഉണ്ടാക്കുമെന്നാണ് നമുക്ക് സൂചന. പ്രത്യേകമായ തോട്ടം മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണ് രാജേന്ദ്രൻ. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും വലിയ ഇടപെടലുകൾക്ക്, പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളടക്കം വലിയൊരു സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ൽ വലിയൊരു ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും ഇദ്ദേഹം BJP അടക്കമോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കൃത്യമായൊരു കൃത്യമായി അദ്ദേഹത്തെ പിന്തുടർന്ന ഒരുപാട് അദ്ദേഹത്തിന് വലിയ ഒരു രാഷ്ട്രീയ ഉണ്ട്. ഒപ്പം തൊഴിലാളികളുടെ വലിയൊരു പിൻബലവും ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഈ CPM-ന് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുന്നോടിയായി തന്നെ CPM നേതാക്കളടക്കം എസ് രാജേന്ദ്രനുമായി സംസ്ഥാന നേതൃത്വം അടക്കം എസ് രാജേന്ദ്രനുമായി ചർച്ച നടത്തുകയും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ രാജേന്ദ്രൻ കൃത്യമായി പറയുന്നുണ്ട്, താനും മൂന്നാറിലെ പ്രാദേശിക നേതൃത്വവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല, അത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്റേതായ ചില പ്രാദേശിക വിഷയങ്ങളുണ്ട്, മറ്റു വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും കൃത്യമായി ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെ രാജേന്ദ്രൻ മുൻപ് തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ തന്റെ നിലപാടുകൾ എത്തരത്തിലാണെന്ന് എന്ന തരത്തിലും അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുൻപ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചൊക്കെ താൻ CPM-ൽ തുടരും എന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ പോലും അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നിലപാട് BJP-യുമായി അകന്നു നിൽക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ BJP-യോട് ഒരു സമീപനം തുടർന്ന് തന്നെ വീണ്ടും BJP-യിലേക്ക് അടുക്കുമോ എന്ന സൂചനകൾ കൂടിയാണ് നൽകുന്നത്.
തീർച്ചയായും പി ജയരാജൻ BJP-യിലേക്കോ എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുന്ന ഇതേ സാഹചര്യത്തിൽ വീണ്ടും എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് എന്നുള്ള ചോദ്യം ഉയർത്തുകയാണിത്. രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്യാൻ ആഹ്വാനം ചെയ്ത് CPM. പൊതുസ്ഥലങ്ങളിലുള്ള മുഴുവൻ പ്രചരണ സാമഗ്രികളും മെയ് 10-നകം നീക്കും. പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്യാൻ നേതൃത്വം നൽകി രംഗത്ത് വരണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു. സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനം കൈമാറുന്നതിൽ ആശയക്കുഴപ്പം. ചുമതല എപ്പോൾ കൈമാറുമെന്ന് തീരുമാനിക്കാൻ വീണ്ടും യോഗം ചേരും. അധ്യക്ഷ സ്ഥാനം തിരികെ വേണമെന്ന ആവശ്യത്തിൽ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ KPCC അധ്യക്ഷന്റെ ചുമതല MM ഹസന് കൈമാറിയ സുധാകരൻ ഇന്നലെ തലസ്ഥാനത്തേക്ക് തിരികെയെത്തിയത് KPCCയുടെ നേതൃയോഗത്തിൽ അദ്ദേഹത്തിന്റെ പദവിയിലേക്ക് തിരികെ എത്താമെന്ന പ്രതീക്ഷയോടെയായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭാവികളും ഒപ്പമുണ്ടായിരുന്നവരും എല്ലാവരും ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അതിൽ അനിശ്ചിതത്വം നേരിടുന്നുവെന്ന നിർണായകമായ വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അവിടെ പ്രധാനമായി ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കൂടി വന്നതിന് ശേഷം മാത്രം KPCC അധ്യക്ഷ സ്ഥാനം സുധാകരന് തിരികെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയാൽ മതി എന്ന നിലപാടിലേക്ക് നേതാക്കളിൽ ഒരു വിഭാഗം എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും സുധാകരനോട് ഒപ്പമുള്ളവർ ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചനകൾ അനുസരിച്ച് 7-ാം തീയതി ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ നേതൃത്വം കൂടിയാലോചനകൾ നടത്തിയ ശേഷമായിരിക്കാം ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് അനുഭാവപൂർണമായ ഒരു തീരുമാനം സുധാകരനെ വീണ്ടും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് സുധാകരൻ ക്യാമ്പുള്ളത്. മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ അത് കോൺഗ്രസിനുള്ളിൽ നേതാക്കൾക്കിടയിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് ഇനി കോൺഗ്രസിന് മുമ്പിലുള്ള ലക്ഷ്യം. അതിനെ നയിക്കാൻ സുധാകരൻ പ്രാപ്തനല്ല എന്ന നിലപാടുമായി ഒരു വിഭാഗം നിലയുറപ്പിക്കുമ്പോൾ സുധാകരനെ അനുകൂലിക്കുന്ന പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം, നേതാക്കളിൽ ബഹുഭൂരിപക്ഷം അവർ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വെത്തുന്ന സാഹചര്യമുണ്ടാകും. അത് സംഘടനയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് എടുത്തുചാടി സുധാകരനെതിരെ അത്തരമൊരു നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. പക്ഷേ താൽക്കാലികമായെങ്കിലും അദ്ദേഹത്തിന് KPCC അധ്യക്ഷന്റെ ചുമതല കൈമാറുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. MK രാഘവൻ തനിക്കെതിരെ KPCC യോഗത്തിൽ വിമർശനമുയർത്തിയെന്നത് തെറ്റായ പ്രചാരണമെന്ന് T സിദ്ദിഖ്. പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ബോധപൂർവമായി നടത്തുന്ന പ്രചരണമാണിത്. പ്രചരണ രംഗത്ത് T സിദ്ദിഖിൽ നിന്നും സഹകരണമുണ്ടായില്ലെന്ന് വിമർശനമാണ് ഇന്നലെ ചേർന്ന KPCC യോഗത്തിൽ MK രാഘവൻ ഉന്നയിച്ചത്. ഇന്നലെ ശ്രീ MK രാഘവൻ KPCC മീറ്റിംഗിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ശ്രീ MK രാഘവൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ല പിന്തുണ കിട്ടി, ഒറ്റക്കെട്ടായ പ്രവർത്തനം നടന്നു, നല്ല വിജയം കോഴിക്കോട് ഉണ്ടാകും എന്നാണ് ബഹുമാന്യനായ ശ്രീ MK രാഘവൻ മീറ്റിംഗിൽ പ്രസംഗിച്ചത്. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരാൾ SMS അയക്കുകയാണ്, നിങ്ങൾക്കെതിരായി MK രാഘവൻ മീറ്റിംഗിൽ ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ വാർത്ത നോക്കി. തൃശ്ശൂരിൽ ജോസ് വള്ളൂരിനെയും TM പ്രതാപനെയും ഇരുത്തി മുരളീധരൻ വിമർശിച്ചു. MK രാഘവൻ ഞാൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ ആഞ്ഞടിച്ചു. ഇതാണ് വാർത്ത. ഇത് രണ്ടും തെറ്റാണ്. അവിടെ വെച്ച് തന്നെ ആ മാധ്യമ പ്രവർത്തനോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ഫേസ്ബുക്ക് ഇട്ടു, ചേവായൂർ ബാങ്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം അതേ മീറ്റിംഗിൽ റൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ റൈസ് ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. അതല്ലാതെ ഒരു കേസും പറഞ്ഞിട്ടില്ല. തിരിച്ചെത്താൻ വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. നല്ലത് നശിച്ചു പോകുന്നതിനേക്കാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിലെ വോട്ടർമാർ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. അസമിലെ 4 സീറ്റുകളിലും ബീഹാറിലെ 5 സീറ്റുകളും ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളും ചൊവ്വാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. വിവാദങ്ങൾക്കിടെ കർണാടകയിലെ 14 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പശ്ചിമബംഗാളിലെ 4 മണ്ഡലങ്ങളിലെ വോട്ടർമാരും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. മധ്യപ്രദേശിൽ 8 മഹാരാഷ്ട്രയിലെ 11 സീറ്റുകളിലും ഉത്തർപ്രദേശിലെ 10 3ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ, അധീർ രഞ്ജൻ ചൌധരി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ 3ാം ഘട്ടത്തിൽ ജനവിധി തേടും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെത്തും. പ്രാർത്ഥനയ്ക്കൊപ്പം മറ്റു പൂജാ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം അയോധ്യയിൽ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഷംന ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഷംന, നമുക്കറിയാം ജനുവരി 22-ന് അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ നടന്നപ്പോൾ തന്നെ ബിജെപിയുടെ പ്രതീക്ഷ അത് വാനോളം ഉയർന്നതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ചും ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ സമയത്ത് വീണ്ടും ശ്രദ്ധ അയോധ്യയിലേക്ക് മാറ്റുക എന്ന തന്ത്രമല്ലേ ബിജെപി പ്രയോഗിക്കുന്നത്? അതെ, 7 മണിക്കാണ് പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിൽ എത്തുന്നത്. അതിനുശേഷം പ്രാർത്ഥനകൾക്കും പൂജയ്ക്കും ശേഷമായിരിക്കും റോഡ് ഷോ തുടങ്ങുക. സുഗ്രീവ ഫോർട്ടിൽ നിന്ന് ലതാ ചൌക്ക് വരെയുള്ള 2 കിലോമീറ്റർ പാതയിലാണ് റോഡ് ഷോ നടക്കുക. എന്തായാലും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായി മോദി അയോധ്യയിൽ എത്തുമ്പോൾ ഈ ഒരു റോഡ് ഷോ വലിയ ആവേശമാക്കാൻ തന്നെയാണ് BJPയുടെ ശ്രമം. 5ാം ഘട്ടത്തിൽ മെയ് 20-നാണ് അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 16 സീറ്റുകളിൽ UPയിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. എന്തായാലും മോദിയെ വരവേൽക്കാനായി പഞ്ചാബി സിന്ധി വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം മോദിയെ സ്വീകരിക്കാനെത്തും. അതുപോലെ തന്നെ കർഷകരും സ്ത്രീകളും പരമ്പരാഗത വേഷത്തിലാണ് മോദിയെ സ്വീകരിക്കാനെത്തുക. ഈ ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഈ റോഡ് ഷോ വലിയ ആവേശമാക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ശബന, എപ്പോഴത്തേക്ക് പ്രധാനമന്ത്രി എത്തും? എപ്പോഴത്തേക്ക് റോഡ് ഷോ ആരംഭിക്കും? 7 മണിക്ക് രാമക്ഷേത്രത്തിലെത്തും. അതിനുശേഷം പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ശേഷമായിരിക്കും റോഡ് ഷോ തുടങ്ങുക. ശരി, നന്ദി. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേനയുടെ വാഹനങ്ങൾക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 6 പ്രദേശവാസികൾ കസ്റ്റഡിയിൽ. ഭീകരർക്ക് ഇവർ പ്രാദേശിക സഹായം നൽകിയതായാണ് വിവരം. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പ്രദേശത്ത് വനമേഖലയിൽ സേന തിരച്ചിൽ തുടരുകയാണ്. അഡീഷണൽ DGP ആനന്ദ് ജെയിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ ഷാസിത്താർ മേഖലയിലൂടെ പോകുമ്പോൾ വ്യോമസേന വാഹനവ്യൂഹത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ബംഗാളിൽ സർക്കാർ ഗവർണർ പോര് രൂക്ഷമാകുന്നു. ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണവുമായി സഹകരിക്കരുതെന്ന് രാജ്ഭവനിലെ ജീവനക്കാർക്ക് ഗവർണർ CV ആനന്ദ് ബോസ് നിർദ്ദേശം നൽകി. ഗവർണർക്കുള്ള നിയമപരിരക്ഷ ചൂണ്ടിക്കാണിച്ചാണ് നടപടി. രാജ്ഭവനിലെ 3 ജീവനക്കാരോട് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ബംഗാൾ പോലീസ് സമൻസ് നൽകിയിരുന്നു. വനിതാ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് സമൻസ് നൽകിയത്. തന്നെ വലിച്ച് താഴെയിടാനാണ് ശ്രമമെന്നും അത് നടക്കില്ലെന്നും ഗവർണർ CV ആനന്ദ് ബോസ് പ്രതികരിച്ചു. NCC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി അന്തിമവാദത്തിനായി ബുധനാഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്തു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചിൽ 112ാം കേസായിട്ടാണ് വീണ്ടും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച സമാനമായി 2 ദിവസം ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും മറ്റ് കേസുകളുടെ വാദം നീണ്ടുപോയതിനാൽ പരിഗണിച്ചിരുന്നില്ല. 40ാം തവണയാണ് കേസ് ഇതുവരെ ലിസ്റ്റ് ചെയ്തത്. ഒരിടവേള കൂടി. വീണ്ടും വാർത്തയിലേക്ക്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ യദുവിനെതിരെ പോലീസ് KSRTCക്ക് റിപ്പോർട്ട് നൽകും. സംഭവ ദിവസം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ 1 മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചു. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാട്ടിയാകും റിപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗിനിടെ യദു കാണിക്കുന്ന മോശം പ്രവണതകളെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മേയറുമായുള്ള തർക്കം, മേയറുടെ കുടുംബവുമായുള്ള തർക്കം നടക്കുന്ന ദിവസം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടെ ഏതാണ്ട് 1 മണിക്കൂറോളം യദു ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പരമാവധി 2 ഇടങ്ങളിലൊക്കെയാകും ഹാൾട്ട് ഉണ്ടാകുക. അവിടെ തന്നെ 10 മിനിറ്റ് വീതമാണെങ്കിലും 20 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് ഫോൺ കോൾ നടന്നിരിക്കുന്നു. കൂടുതൽ സമയം ഫോൺ വിളിച്ചിരിക്കുന്നു. ഇത് തന്നെ പല കോളുകളാണ്. അതായത് ഡ്രൈവിംഗിനിടയിൽ യദു ഫോൺ ഉപയോഗിച്ചിരിക്കുന്നു. അതും ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് ഈ ഡ്രൈവിംഗ് സമയത്തിനിടയിൽ സംസാരിച്ചു എന്നത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ പോലീസിന്റെ നടപടിയായി പ്രത്യേകിച്ചില്ല. പകരം പോലീസ് ഈ കാര്യങ്ങൾ വിശദമാക്കി KSRTCക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. KSRTCയുടെ ആഭ്യന്തര വിഭാഗത്തിന്റെ അന്വേഷണം ഇതിനകം തന്നെ പല കാര്യങ്ങളിലായി നടക്കുന്നുണ്ട്. നേരത്തെ ചലച്ചിത്ര താരം നൽകിയ പരാതിയുണ്ട്. അതിൽ യദു നിഷേധിച്ചിരുന്നു. തൃശ്ശൂർ വരെ പോകുന്ന താൻ എങ്ങനെയാണ് കുന്നംകുളത്ത് അപമര്യാദയായി പെരുമാറുന്നതെന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ KSRTCയുടെ രേഖകൾ പുറത്തു വന്നപ്പോൾ ആ സമയത്ത് യദു തന്നെയാണ് ബസ് ഓടിച്ചിരുന്നതെന്ന് കണ്ടെത്തി. മാത്രവുമല്ല തൃശ്ശൂരിനപ്പുറത്തേക്ക് യദുവിൻ്റെ അന്നത്തെ സർവീസ് ഉണ്ടായിരുന്നു എന്ന കാര്യവും രേഖകളിൽ നിന്ന്
വ്യക്തമാണ്. ഈ തരത്തിൽ പല മൊഴികൾ മാറ്റിപ്പറയുകയും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അറിയില്ലെന്നോ മറന്നുപോയെന്നോ ഉള്ള മറുപടികൾ നൽകുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അതേസമയം നേരത്തെ തന്നെ മറ്റൊരു അഭിഭാഷകൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതി മേയർക്കും അതോടൊപ്പം തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് MLA സച്ചിൻ ദേവ് അടക്കം 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. യദുവിന്റെ ഹർജി പിന്നീടാകും കോടതി പരിഗണിക്കുക. BV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കത്തിലേർപ്പെട്ട KSRTC ബസ് ഡ്രൈവർക്കെതിരെ പരാതി പറഞ്ഞ നടി റോഷ്ന ആൻഡ് ജോയിയോട് സംസാരിച്ച ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തന്റെ പരാതി സത്യസന്ധമെന്ന് തോന്നിയതുകൊണ്ട് ഇടപെടുന്നു എന്ന് മന്ത്രി പറഞ്ഞതായി റോഷ്ന ന്യൂസ് 18നോട് പറഞ്ഞു. നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും റോഷ്ന പ്രതികരിച്ചു. മന്ത്രി KB ഗണേഷ് കുമാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇതുപോലെ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്രയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു സ്ത്രീ എടുത്തു ചാടുമെന്ന് അതും ബോധപൂർവ്വം എടുത്തു ചാടുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ജെന്യുവിൻ കേസായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് ഇതിൽ ഇടപെടുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേ ദിവസം ജോലിയിലുണ്ടായിരുന്ന MBD അവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ കണ്ടക്ടറെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോളിലൂടെ മനസ്സിലാക്കിയത് അദ്ദേഹം നമുക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേള ആചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. 4.5 പതിറ്റാണ്ട് തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്നു. പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം, ആറാട്ടുപുഴ, തൃപ്പൂണിത്തുറ, കൂടൽ മാണിക്യം തുടങ്ങി കേരളത്തിലെ പ്രമുഖ മേളങ്ങളിലെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. 2021 തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിലാണ് അവസാനമായി പങ്കെടുത്തത്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, ശ്രീരാമപാത സുവർണമുദ്ര, കലാചാര്യ വാദ്യമിത്ര, ധന്വന്തരി തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രൊഫഷണൽ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ പൂർത്തിയായി. കേരളത്തിലുൾപ്പെടെ രാജ്യത്തെ 557 കേന്ദ്രങ്ങളിലും വിദേശ രാജ്യങ്ങളിലെ 14 നഗരങ്ങളിലുമാണ് പരീക്ഷ നടന്നത്. 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതി. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലായി ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച നീറ്റ് പരീക്ഷയാണ് 5 മണിയോടെ പൂർത്തിയായിരിക്കുന്നത്. വലിയ പ്രയാസമില്ലാതെ പരീക്ഷ എഴുതാൻ ആയി എന്നതിന്റെ പ്രതീക്ഷ തന്നെയാണ് വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും പങ്കുവച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് പരീക്ഷ ആരംഭിക്കുന്നതിന് മുന്നോടിയായി 11:30 മുതൽ 1:30 വരെയായിരുന്നു ചെക്കിൻ ടൈം അനുവദിച്ചിരുന്നത്. ആ സമയത്തിന് ഉള്ളിൽ വിദ്യാർത്ഥികൾ അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണമെന്നായിരുന്നു നിർദ്ദേശം. വിശദമായ പരിശോധന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സാന്നിധ്യത്തിൽ നടത്തിയതിനു ശേഷമാണ് വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചത്. മുൻപ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനകൾ വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ അത്തരം വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ പരിശോധന കർക്കശത്വത്തോടെ തന്നെ നടപ്പിലാക്കി വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്ന തരത്തിലായിരുന്നു അധികൃതർ ഒരുക്കിയ ക്രമീകരണങ്ങൾ. കനത്ത ചൂടിനിടയിലാണ് 100 കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത്. എന്നിരുന്നാലും പരീക്ഷ നന്നായി എഴുതാനായതിന്റെ ആത്മവിശ്വാസം തന്നെയാണ് വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ച് നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതലായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന ആദ്യ സൂചനകൾ. ICSE 10+2 ക്ലാസുകളിലെ പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 11 മണിക്ക് ഫലം പ്രഖ്യാപിക്കും. CISE.org എന്ന വെബ്സൈറ്റിൽ ഫലം പ്രസിദ്ധീകരിക്കും. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 28-നും +2 പരീക്ഷ ഏപ്രിൽ 3-നുമാണ് അവസാനിച്ചത്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഹാസൻ MP പ്രജ്വൽ രേവണ്ണ കീഴടങ്ങിയേക്കും. UAE-യിൽ നിന്ന് മംഗളൂരു വിമാനത്താവളത്തിലെത്തുമെന്നാണ് സൂചന. പിതാവ് HD രേവണ്ണ അറസ്റ്റിലായ സാഹചര്യത്തിലാണ് പ്രജ്വലിന്റെ മടക്കമെന്നും സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ലൈംഗിക പീഡന കേസിൽ ജനതാദൾ എസ് നേതാവും MLA-യുമായ HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. വീട്ടിലെ ജോലിക്കാരിയോട് ലൈംഗികാതിക്രമം കാണിച്ചെന്നാണ് കേസ്. അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയെന്നും ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച മറ്റൊരു കേസും രേവണ്ണയ്ക്കെതിരെയുണ്ട്. രേവണ്ണയുടെ മകനായ പ്രജ്വൽ ചിത്രീകരിച്ച അശ്ലീല വീഡിയോയിൽ ഉൾപ്പെട്ട സ്ത്രീയെ രേവണ്ണയുടെ സഹായികൾ തട്ടിക്കൊണ്ടുപോയി എന്നും പരാതിയുണ്ടായിരുന്നു. ട്രയൽസിൽ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഗുസ്തി താരവും ടോക്കിയോ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവുമായ ബജ്രംഗ് പൂനിയയെ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി സസ്പെൻഡ് ചെയ്തു. മാർച്ചിൽ സോനിപത്തിൽ നടന്ന ട്രയൽസിൽ താരം മൂത്രത്തിന്റെ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിരുന്നു. സസ്പെൻഷനിലായതിനാൽ ടൂർണമെന്റുകളിലെ ഒളിമ്പിക്സിന് മുന്നോടിയായുള്ള ട്രയൽസിലും പങ്കെടുക്കാനായില്ല.
ഡൽഹിയിൽ സ്കൂളുകളിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം റഷ്യയെന്ന് പോലീസ്. ഇമെയിൽ അയച്ചവരെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി റഷ്യയുടെ സഹായം തേടും. സിബിഐ വഴി ഇന്റർപോളിനെയും സഹായം തേടിയിട്ടുണ്ട്. ഇമെയിൽ അയച്ച കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് കണ്ടെത്താൻ ഗൂഗിളിനെയും സമീപിച്ചു. മുമ്പുള്ള വ്യാജ ഭീഷണി കേസുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 200-ലേറെ സ്കൂളുകളിലേക്കാണ് ബുധനാഴ്ച ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചത്. പണം കിട്ടാതെ വന്നതോടെ ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകർ സമരത്തിലേക്ക്. തിങ്കളാഴ്ച മുതൽ പന്തൽ കെട്ടി സമരം നടത്തുമെന്നാണ് പ്രഖ്യാപനം. നേരത്തെ ബാങ്ക് നൽകിയ പല അവധികളും തെറ്റിയതോടെയാണ് നിക്ഷേപകർ സമരത്തിലേക്ക് കടക്കുന്നത്. നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA-യുടെ സാന്നിധ്യത്തിൽ ഈ പണം തിരികെ നൽകാനൊരു ചർച്ച നടന്നിരുന്നു. ഏതാണ്ട് 25 ലക്ഷത്തോളം തുക നൽകുകയും അങ്ങനെ കൃത്യമായി അത് തിരിച്ചു നൽകും എന്നായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഈ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിലാണ് തുടർ സമരങ്ങളിലേക്ക് കടക്കുന്നതെന്നാണ് നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത്. 7-ാം തീയതി പോരാ, എനിക്ക് അത്യാവശ്യം ട്രീറ്റ്മെന്റ് പൈസ വേണം, എനിക്ക് 15 ലക്ഷം രൂപ 30 ലക്ഷം ഉണ്ട്, 15 ലക്ഷം രൂപ വേണം നേരത്തെ പോലെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 15 ലക്ഷം രൂപ അത്യാവശ്യം വേണം, ബാക്കി നമുക്ക് സഹായം തരാം. ഇപ്പോൾ തിങ്കളാഴ്ച നോക്കാൻ തരാമെന്ന് പറഞ്ഞിരിക്കുക. തിങ്കളാഴ്ച അവൻ കുറച്ച് പേര് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ഞങ്ങൾ അവിടെ പോയി രാവിലെ തിങ്കളാഴ്ച പോകുന്നു, ബാക്കി എല്ലാവരും ചൊവ്വാഴ്ച വരാൻ പറഞ്ഞു. തിങ്കളാഴ്ച കുറച്ച് പേര് പോകുന്നുണ്ട്. തിങ്കളാഴ്ച പോയിട്ട് ഞങ്ങൾ അവിടെ ഫ്ലെക്സും കെട്ടി, പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെക്സും കെട്ടി അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങും, ഉപരോധം തുടങ്ങുകയാണ്. എന്തായാലും നിക്ഷേപകർ പലതരത്തിൽ ED-ക്കടക്കം പരാതി നൽകിയെങ്കിലും ED അന്വേഷണത്തിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൃത്യമായി എത്താത്തത്, സഹകരണ വകുപ്പ് കൃത്യമായി അന്വേഷിക്കാത്തത്, മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടാകാത്തത്, ഇതെല്ലാം ഈ CPM ഭരിക്കുന്ന ഈരാറ്റുപേട്ട ബാങ്കിനെ ഫലത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കരുവന്നൂരിലുൾപ്പെടെ നടന്നതുപോലെയുള്ള ഒരു തട്ടിപ്പ്, സമാനമായ തട്ടിപ്പ് തന്നെയാണ് ഈരാറ്റുപേട്ടയിലും നടന്നത് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. പത്തനംതിട്ടയിൽ അപകടത്തിൽ പരിക്കേറ്റ് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട 17-കാരൻ മരിച്ചു. നെല്ലിക്കാൽ സ്വദേശി സുധീഷാണ് മരിച്ചത്. ബൈക്കിൽ ഒപ്പം സഞ്ചരിച്ച സഹദാണ് അപകടത്തിന് ശേഷം സുധീഷിനെ വഴിയിൽ ഉപേക്ഷിച്ചത്. ഇയാളെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. സുധീഷിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകവെയാണ് അപകടമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ സുധീഷ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അപകടമുണ്ടായത്. അശ്രദ്ധമായി വാഹനമോടിച്ചതിന് സഹദിനെതിരെ കേസെടുത്തു. അപകടത്തിന് CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നവകേരള ബസിന്റെ കോഴിക്കോട് മംഗളൂരു കന്നിയാത്രയിൽ ഡോർ തകരാറിലായി. രാവിലെ 4:30യോടുകൂടി യാത്ര തുടങ്ങിയപ്പോൾ തന്നെ വാതിൽ താനെ തുറന്നു. യാത്രക്കാരിൽ ഒരാളുടെ ബാഗ് കെട്ടിവെച്ചാണ് യാത്ര തുടർന്നത്. ബത്തേരി ഡിപ്പോയിലെത്തി തകരാർ പരിഹരിച്ച് 3/4 മണിക്കൂർ വൈകി യാത്ര പൂർത്തിയാക്കുകയായിരുന്നു. എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓൺ ആയതായിരുന്നു പ്രശ്നം മുഴുവൻ യാത്രക്കാരുമായി ഉണ്ടായത്. ഗരുഡ പ്രീമിയം വിഭാഗത്തിലുള്ള വാഹനമായാണ് ബസ് അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്നത്. തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം. വെറ്റിലപ്പാറ എണ്ണപ്പനത്തോട്ടത്തിലാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. പതിവായി കാട്ടാനകൾ എത്തുന്ന മേഖലയാണിത്. വേനൽ കടുത്തതോടെ തലസ്ഥാനത്തിന് കുടിവെള്ളം എത്തിക്കുന്ന പേപ്പാറ ഡാമിൽ വെള്ളം ഗണ്യമായി കുറഞ്ഞു. 1 മാസത്തേക്കുള്ള കുടിവെള്ളം മാത്രമാണ് ബാക്കിയുള്ളത്. വിവേരണന്റെ റിപ്പോർട്ട് കാണാം. തലസ്ഥാന നഗരവാസികൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ജലസംഭരണിയാണ് പേപ്പാറ. ആ പേപ്പാറയുടെ ഇന്നത്തെ അവസ്ഥയാണിത്. എപ്പോഴും നിറഞ്ഞ് കിടക്കുന്ന ഡാമാണ്, റിസർവോയറാണ്. അവിടെയാണ് ഈ അവസ്ഥയിലേക്ക്, അതായത് ജലനിരപ്പ് വളരെയധികം താഴ്ന്ന അവസ്ഥയിലാണ് പേപ്പാറ ഉള്ളത്. പേപ്പാറയിൽ 107.5 മീറ്റർ വരെയാണ് ശരാശരി വെള്ളം, പരമാവധി വെള്ളം ഉൾക്കൊള്ളുന്നത്. അതിനുശേഷം വെള്ളം വരുമ്പോൾ തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ ഈ ജലനിരപ്പ് 99.25 മീറ്ററിൽ എത്തി നിൽക്കുന്നു. അതായത് പേപ്പാറയിൽ കടുത്ത വേനൽക്കാലത്ത് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ ഈ ശക്തമായ വേനലിലും ജലനിരപ്പ് വളരെയധികം താഴ്ന്നു നിൽക്കുകയാണ്. ജൂൺ 10-ാം തീയതി വരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേനൽ മഴ ശക്തമാകുകയോ അല്ലെങ്കിൽ കാലവർഷം ആരംഭിക്കാതിരിക്കുകയോ ചെയ്താൽ ജൂൺ 10 വരെ ഇവിടെ നിന്ന് നഗരത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയാണ്. അതിനപ്പുറത്തേക്ക് വളരെ ദുഷ്കരമായി തീരും നഗരവാസികൾക്ക് കുടിവെള്ള ലഭ്യത. ആ രീതിയിലാണ് ശരാശരി പ്രതിദിനം 375 MLD ജലമാണ് നഗരത്തിന് ആവശ്യമുള്ളത്. അത് ഒരുപക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഏറിയും കുറഞ്ഞു വരിക്കുമെങ്കിലും ശരാശരി 375 MLD ആണ് തലസ്ഥാനത്തിന് വേണ്ട വെള്ളം. ആ ഒരു കണക്ക് വെച്ചാണ് ഇപ്പോൾ ജൂൺ 10 മുതൽ 15 വരെ
ഇപ്പോഴത്തെ ഈ ഇവിടെയുള്ള ജലനിരപ്പ് 99.25 മീറ്ററാണ് ഇന്നത്തെ അവസ്ഥ. വൈകുന്നേരമാകുമ്പോൾ ഇത് വീണ്ടും എല്ലാ ദിവസവും 10 മുതൽ 15 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് താഴാറുണ്ട് എന്നാണ് ഈ വാട്ടർ അതോറിറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ജലനിരപ്പിൽ കുറവുണ്ടാകും. മഴ മാത്രമാണ് ഇനി ഒരു ആശ്രയം. അല്ലെങ്കിൽ ഈ ദിവസത്തിനപ്പുറത്തേക്ക്, ഈ ജൂൺ 10-നപ്പുറത്തേക്കൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നഗരത്തിലെ കുടിവെള്ള വിതരണം കൂടി മാറുമെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ 99.25 മീറ്ററാണ് ഇവിടെ ഈ ജലനിരപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഡാമിന്റെ ഏതാണ്ട് 1/4 ഭാഗത്തോളം ഉയരത്തിൽ വെള്ളം നിൽക്കും. അതാണ് ഈ മീറ്റർ കണക്കിന് അപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഈ ഡാമിന്റെ 1/4 ഭാഗത്തോളം ഉയരത്തിൽ പരമാവധി വെള്ളം കെട്ടി നിൽക്കാറുണ്ട് ഇവിടെ മഴ സമയത്തും സാധാരണ വേനല്ലാത്ത സമയത്തുമൊക്കെ. ഏതായാലും 88 മീറ്റർ വരെ ഇവിടെ ജലനിരപ്പ് താഴ്ന്ന അവസരമുണ്ട്. അതാണൊരു ആശ്വാസമുള്ളത്. അതിലേക്ക് എത്താൻ ഇനിയും 11 മീറ്ററോളം ഉണ്ട്. അത്രയും വെള്ളം ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഏതായാലും ബോണക്കാട് നിന്നും ചെമ്മഞ്ചിമുട്ടയിൽ നിന്നുമൊക്കെയുള്ള ജലമാണ് ഇവിടെ ഈ പേപ്പാറ ഡാമിൽ സംഭരിച്ച് തലസ്ഥാനവാസികൾക്ക് ഇവിടെ നിന്ന് വിതരണം ചെയ്ത ശുദ്ധീകരണത്തിന് ശേഷം അരുവിക്കരയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. ഈ കുടിവെള്ളമാണ്. അവിടെയാണ് ഇപ്പോൾ കുടിവെള്ള ലഭ്യത, ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത്. ഇപ്പോൾ 99.25. വരും ദിവസങ്ങളിലും മഴ കനിഞ്ഞില്ലെങ്കിൽ പേപ്പാറയിലെ ജലനിരപ്പ് ഇനിയും കുറയുമെന്നാണ് ആശങ്ക. അത് തലസ്ഥാനവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് ഉയർന്നു വരുന്നത്. പേപ്പാറയിൽ നിന്നും ഹരികൃഷ്ണനൊപ്പം വി അരുൺ, ന്യൂസ് 18. പലയിടത്തും നീർച്ചാൽ മാത്രമായ നില ഇപ്പോൾ മണലടിഞ്ഞ മരുഭൂമി പോലെയായിരിക്കുന്നു. നിളയില്ലാതാകുമ്പോൾ ഒരു സംസ്കാരം തന്നെ കുറ്റിയറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിക്ക് സംഭവിച്ചതെന്താണെന്നുള്ള അന്വേഷണം. സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം. MTയുടെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന നിള, ഭരതൻ്റെയും ലോഹിദാസിൻ്റെയും MTയുടെയും രഞ്ജിത്തിൻ്റെയും ഒക്കെ സിനിമകളിലെ നിള. ഇതാണ് നമ്മൾ കണ്ടതും കേട്ടതുമായ നിള. പക്ഷേ ആ നിളയ്ക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരു നദി എങ്ങനെ മരണത്തെ മുഖാമുഖം കാണുന്നു? അതാണിപ്പോൾ നിളയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ആർത്തലച്ചു പെയ്യുന്ന മഴയത്ത് മാത്രം ഋതുമതിയാകുന്ന നിള. അല്ലാത്തപ്പോൾ മരുഭൂമി പോലെ വെന്തു ജ്വലിച്ചങ്ങനെ കിടക്കും. കടുത്ത ഉഷ്ണത്തിൽ നിളയുടെ സഖിയായ ആറ്റുവഞ്ഞിച്ചെടികൾ പോലും കരിഞ്ഞുണങ്ങി മൃതപ്രായയായി. ഉണങ്ങിയ ചെടികൾക്ക് തീയിട്ടു രസിക്കുന്ന ഇരുകാലികൾ തന്നെയാണ് നിളയെ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് തള്ളിയിട്ടത്. മരുഭൂവൽക്കരണത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടമാക്കിയ നദി നിളയായിരുന്നു. ഊഷരഭൂമിയായി ഒരു നദി പരിണമിക്കുമ്പോൾ രക്ഷയ്ക്കാരും എത്തിയില്ല. മരണാസന്നയായ ഒരു നദിയുടെ എല്ലാ പാരിസ്ഥിതിക ലക്ഷണങ്ങളും നിള കാണിക്കാൻ തുടങ്ങിയത് 3 പതിറ്റാണ്ടെങ്കിലും മുമ്പാണ്. സംസ്കാര സമ്പന്നമായ ഒരു നാട്ടറിവ് ചരിത്രമുണ്ടായിരുന്ന നിളാനദി പലയിടങ്ങളിലും ഇന്ന് നീർച്ചാലാണ്. ശരിക്കും നമ്മുടെ ഒരു കൈക്കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതുപോലെ
സംരക്ഷിക്കേണ്ട ഒരു ഇടമാണ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴ, നിളാനദി. നമ്മുടെ കുടിവെള്ള സ്രോതസ്സാണെന്ന് കണക്കാക്കാതെ അതിലേക്ക് മാലിന്യങ്ങൾ, പട്ടണ മാലിന്യങ്ങൾ, നഗരമാലിന്യങ്ങൾ ഒലിച്ചു വിട്ടുകൊണ്ടേയിട്ടിരിക്കുന്ന ഒരു ഇടം. അതിനപ്പുറം എന്തൊക്കെ തരത്തിൽ പുഴയുടെ വീതി വ്യത്യാസത്തെ കുറയ്ക്കാം, അതിന് എന്തൊക്കെ തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടത്താം എന്ന് ഇപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാരതപ്പുഴയിൽ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക. ഇത്തരം ഒരു ചിന്തകളിലേക്ക് നമ്മളും നമ്മുടെ നാട്ടുകാരും അതുപോലെ നമ്മുടെ പുതുതലമുറയും എല്ലാം കരുതി മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മൾക്ക് വിജയമുള്ളൂ. നീർക്കാക്കകളും കൊറ്റികളുമൊക്കെയായി അവശേഷിക്കുന്ന ജലത്തിൽ മുങ്ങി നിവർന്ന് എങ്ങോട്ടോ പറവകൾ പറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ജൈവ വൈവിധ്യത്തിന്റെ കലവറ നിളയുടെ സംസ്കാരത്തോട് ചേർന്നു നിന്നിരുന്നു. ഗ്രാമീണ വനങ്ങൾ നാശോന്മുഖമായപ്പോൾ നിളമണപ്പുറങ്ങൾ മരുഭൂമി കണക്കെ ചുട്ടുപഴുത്തു. നദീമുഖത്ത് ജലസേചന പദ്ധതികൾ ഉയർന്നുകൊണ്ടേയിരുന്നു. പോഷക നദികളെയും മനുഷ്യർ അണകെട്ടി സ്വന്തമാക്കി. നിളയിലേക്ക് ഒഴുകേണ്ട വെള്ളം ആരൊക്കെയോ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. നദീമുഖത്ത് അണകെട്ടുന്നവർ ശിശുഹത്യാപാപം ചെയ്യുന്നവരാണെന്ന് കാളിദാസൻ പണ്ടേ പറഞ്ഞതാണ്. നിളയോരങ്ങൾ പലതും ടൗൺഷിപ്പുകളായി. നിളാമുഖത്തേക്ക് മാലിന്യങ്ങൾ തള്ളി നഗരം ഒരു നദിയുടെ ആത്മാവിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിലുള്ള കാലാവസ്ഥയുടെ പ്രതികൂല വ്യതിയാനത്തിന്റെ പരിച്ഛേദം കൂടിയാണ് നിള. ഈ നദി ഒരു ജനതയ്ക്ക് വെള്ളവും തീരവുമായിരുന്നില്ല. കാർഷിക സംസ്കാരത്തിന്റെ സമ്പന്നമായ ഭൂതകാലമായിരുന്നു. നിളയിലിപ്പോൾ ഒരു സംസ്കാരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, ശവസംസ്കാരം. മനുഷ്യന്റെ എല്ലും മാംസവും ചാരവും അടിഞ്ഞ് നീർച്ചാലുകൾ പോലും മലീമസമായിരിക്കുന്നു. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നുത്ഭവിച്ച് 209 കിലോമീറ്റർ അറബിക്കടൽ വരെ നീണ്ടുകിടക്കുന്ന നദി. ഹ്രസ്വമായ ദൂരങ്ങളിൽ മാത്രം വെള്ളമുള്ള ഒരു നദി ഇങ്ങനെ നീണ്ടുകിടക്കുന്നു. ആധുനിക മലയാളിക്ക് പുഴ ഒരു ജീവിത വികാരമല്ലാത്ത സാഹചര്യത്തിൽ നിള ഇനി ഉയർത്തെഴുന്നേൽക്കുമോ? ഒരു സംസ്കാരത്തിന് നിസ്തുലമായ സംഭാവന ചെയ്ത നിള ഇവിടെ ഏറെക്കുറെ മരിച്ചു കഴിഞ്ഞു. പക്ഷേ നിളയെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ഇനിയുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയാവട്ടെ. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. കണ്ണൂർ പയ്യന്നൂർ അന്നൂരിൽ യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മാതമംഗലം സ്വദേശി അനിലയും വെള്ളരിയാനം സ്വദേശി ബിജുവുമാണ് മരിച്ചത്. അനിലയെ ബെറ്റി എന്നയാളുടെ വീടിനകത്തും ബിജുവിനെ വീടിന് സമീപത്തും തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. വിനോദയാത്രയ്ക്ക് പോയ ബെറ്റിയും കുടുംബവും വളർത്തുമൃഗങ്ങളെ നോക്കാൻ ബിജുവിനെ വീട് ഏൽപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബിജുവും അനിലയും വീട്ടിലേക്ക് എത്തിയതായി അയൽവാസികൾ പറയുന്നു. അതേസമയം അനിലയെ കാണാനില്ലെന്ന് കാണിച്ച് പെരിങ്ങോട്ട് പോലീസിൽ ഭർത്താവ് പരാതി നൽകി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6570, പവൻ 52,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5490, പവന് 43,920. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.